ഒരു ദിവസം രാവിലെ ഒരു ദരിദ്രനായ തയ്യലുകാരൻ തന്റെ കഴുതയുടെ ബാഗ് തുറന്നു. അതിനുള്ളിൽ മുഴുവൻ സ്വർണ്ണാഭരണങ്ങൾ. പക്ഷേ അവൻ ചെയ്ത തീരുമാനം രാജാവിനെ പോലും അത്ഭുതപ്പെടുത്തി. ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ദരിദ്രനായ തയ്യൽക്കാരൻ ജീവിച്ചിരുന്നു. പക്ഷേ ആ ഗ്രാമം വളരെ ചെറിയതായിരുന്നു. അതുകൊണ്ട് അവന് തുന്നാനുള്ള വസ്ത്രങ്ങൾ അധികം കിട്ടാറില്ലായിരുന്നു. അതിനാൽ അവൻ മറ്റൊരു ജോലി ചെയ്യാൻ തീരുമാനിച്ചു. അവൻ കാട്ടിൽ നിന്ന് വിറക് ശേഖരിച്ച് ചന്തയിൽ വിൽക്കാൻ തുടങ്ങി. അവന് ഒരു വിശ്വസ്തമായ കഴുത ഉണ്ടായിരുന്നു. തയ്യൽക്കാരൻ വിറക് എല്ലാം കഴുതയുടെ പുറത്ത് കെട്ടി ചന്തയിൽ കൊണ്ടുപോകും. ഇങ്ങനെ അവർ ഓരോ ദിവസവും ജോലി ചെയ്തു ജീവിച്ചു. ജീവിതം ലളിതമായിരുന്നെങ്കിലും തയ്യലുകാരൻ ഒരിക്കലും പരാതിപ്പെടുന്നില്ലായിരുന്നു. പക്ഷേ ഒരു രാത്രി ഒരു അതിശയകരമായ സംഭവം നടന്നു. ആ രാത്രി ഗ്രാമം മുഴുവൻ നിശബ്ദമായിരുന്നു. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഒരു കള്ളൻ ഗ്രാമത്തിലേക്ക് വന്നു. അപ്പോൾ അവൻ തയ്യൽക്കാരന്റെ വീട്ടിനു മുന്നിൽ കെട്ടിയിരുന്ന കഴുതയെ കണ്ടു. അവൻ നിശബ്ദമായി അഴിച്ച് കഴുതയെ കൊണ്ടുപോയി. അടുത്ത ദിവസം രാവിലെ തയ്യൽക്കാരൻ വീടിന് പുറത്തേക്ക് വന്നു. പുറത്ത് കെട്ടിയിരുന്ന തന്റെ കഴുതയെ കാണാനില്ല. അവൻ തന്റെ കഴുതയെ അന്വേഷിച്ചു. പക്ഷേ കഴുത കാണാനില്ലായിരുന്നു. അവൻ വളരെ വിഷമിച്ചു. ഗ്രാമം മുഴുവൻ അവൻ തിരഞ്ഞു. ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് അവൻ വിഷമിച്ചു. 2-3 ദിവസം അങ്ങനെ കടന്നുപോയി. 4-ാം ദിവസം രാവിലെ ഒരു അത്ഭുതം സംഭവിച്ചു. തയ്യൽക്കാരൻ വീട്ടിന് പുറത്തേക്ക് വന്നപ്പോൾ കണ്ടത് തന്റെ കാണാതായ കഴുതയെ. അപ്പോൾ അവൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. കഴുതയുടെ പുറത്ത് ഒരു ബാഗ് കെട്ടിയിരുന്നു. അവൻ ആ ബാഗ് തുറന്നു. അത് തുറന്നപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു. അതിനുള്ളിൽ സ്വർണ്ണാഭരണങ്ങൾ നിറഞ്ഞിരുന്നു. പെട്ടെന്ന് തിരികെ കെട്ടിവെച്ചു. ഇത് എവിടെ നിന്നാണ് വന്നത് എന്ന് അവൻ ചിന്തിച്ചു. കഴുതയെ മോഷ്ടിച്ച കള്ളന്റെ സ്വർണമായിരിക്കണം ഇത് കൈവശം വെച്ചാൽ താനും കള്ളനാകും. സത്യസന്ധനായ അയാൾ രാജാവിനെ വിവരം അറിയിക്കാൻ തീരുമാനിച്ചു. അയാൾ കൊട്ടാരത്തിലേക്ക് കഴുതയും കൊണ്ട് ഓടി. അവൻ രാജാവിനെ കണ്ടു. സംഭവിച്ചതെല്ലാം രാജാവിനോട് പറഞ്ഞു. പറയുന്നത് മുഴുവൻ രാജാവ് ശ്രദ്ധയോടെ കേട്ടു. നീ വളരെ സത്യസന്ധനായ മനുഷ്യനാണ്. ഇനി മുതൽ നീ കൊട്ടാരത്തിലെ തയ്യൽ ജോലി ചെയ്യുക. രാജാവ് അവന് സമ്മാനങ്ങളും പണവും നൽകി. കുട്ടികളെ, സത്യസന്ധതയാണ് ഏറ്റവും വലിയ സമ്പത്ത്. സത്യസന്ധത സന്തോഷത്തിലേക്കും വിജയത്തിലേക്കും നയിക്കും. ഈ തയ്യൽക്കാരനെ പോലെ നാം എല്ലായ്പ്പോഴും നല്ലതും സത്യവുമായ വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. സത്യസന്ധത എല്ലായ്പ്പോഴും വിജയിക്കും.